അവരുടെ സംസാരത്തിൽ തന്നെ ഉള്ളടക്കം വ്യക്തമാണ്. ഇതൊന്നും ചെയ്യരുത്, തൊഴിലെടുക്കാതെയായി പോകും. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അശരണരായ ആളുകൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങ് നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒരു ഇടതുപക്ഷ ലക്ഷ്യം. പണം എല്ലാവർക്കുമായി പരമാവധി നൽകുക എന്നത്. ഇവിടെ അത് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം, അത് ഈ ചർച്ചയിൽ പറയണമെന്നതുകൊണ്ട് മാത്രം. അവർ UDF ഗവൺമെൻറ് കാലത്ത് പ്ലാനിംഗ് കമ്മീഷനൊക്കെയുള്ള ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ എളുപ്പം ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇപ്പം ഇവർ പറയുന്നത് എലക്ഷൻ സ്റ്റണ്ട് എന്നുള്ള നിലക്കാണ്. എലക്ഷനും ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവുമായിട്ട് എന്താ ബന്ധം? മിസ്റ്റർ സജീഷിനോട് അത് പറയാം മേരി ജോർജ്, അതൊന്ന് പൂർത്തിയായിക്കോട്ടെ. അല്ല, പറഞ്ഞോളൂ മാഡം. ഞാനിപ്പോ എന്റെ കാര്യം പറഞ്ഞോട്ടെ, എന്നിട്ട് താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാമല്ലോ. അതായത് മിസ്റ്റർ സജീഷ്, ഞാൻ പറയാം. മിസ്റ്റർ സജീഷ്, ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ. അല്ല, താങ്കളുടെ മറുപടി പറയാം. സജീഷ് പറയുന്നു, താങ്കളോടുള്ള ബഹുമാനം വെച്ച് പറയുന്നു, എൻ്റെ അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അതിൻ്റെ ഇടയിൽ ഇടപെടരുത്. ഇത്തരം വിഷയങ്ങളാവുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയാൽ പോലും അത് തെറ്റിദ്ധാരണയും ചിലപ്പോൾ മറ്റ് രീതിയിലേക്കും വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവധാനതയോടുകൂടി മാത്രമേ മറ്റ് വിവാദ വിഷയങ്ങൾ പറയുന്ന പോലെ ഇതിൽ പറയാനാവില്ല. അപ്പോൾ ഇത് ഇലക്ഷന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമാണ് എന്നൊക്കെ പറയുമ്പോൾ 2021 മുതൽ ഈ ബുദ്ധിജീവികളെല്ലാം ഉറങ്ങുകയായിരുന്നോ എന്ന ഒരു ചോദ്യം നമ്മൾ തിരിച്ചങ്ങ് ചോദിക്കേണ്ടി വരും. 2021 മന്ത്രിസഭ അധികാരമേറ്റ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഇവിടെ നീതി ആയോഗിൻ്റെതുൾപ്പെടെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൻ്റെ അതിദാരിദ്ര്യം 0.71%. 1% പോലുമില്ല. അത് നമുക്ക് ഈ അതിദാരിദ്ര്യത്തെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം. അങ്ങനെ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു 2021 തന്നെ. അതായത് 2025 ആകുമ്പോഴേക്കും ഞങ്ങളൊരു ടാർഗറ്റ് നിശ്ചയിക്കുകയാണ്. 2025 നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കും. ഞങ്ങളൊക്കെ മാസങ്ങൾ മുമ്പ് ഇത് സംസാരിക്കുകയും ഡിബേറ്റുകളിൽ പോലും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ബുദ്ധിജീവികൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നവംബർ 1-ന് ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോയി. അതിനുശേഷം 4 ലക്ഷം പേർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമസഭകളിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ ചെയർമാനായിട്ട് ഇതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കേരളത്തിലെ 1032ഓളം വരുന്ന ഈ തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിനകത്ത് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ളവർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, അതായത് ഈ അതിദരിദ്രരെ കണ്ടത് വാർഡ് തലത്തിലും അത്തരത്തിലുള്ള കമ്മിറ്റി, ഗ്രാമസഭകളിൽ ഈ തയ്യാറാക്കപ്പെട്ട ഈ ലിസ്റ്റുകൾ പരിശോധിക്കുകയും ആളുകളുടെ പേര് കൂട്ടിച്ചേർക്കുകയും കുറയ്ക്കുകയും എല്ലാം മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുകയും ചെയ്തിട്ടാണ് ഈ പറഞ്ഞ 64,006 കുടുംബങ്ങളെ എന്ത് ചെയ്യുന്നത്, ഈ ലിസ്റ്റിനകത്ത് വരുത്തുന്നതും അവരുടെ ഈ പറഞ്ഞ അതിദാരിദ്ര്യത്തിന്റെ പ്രവർത്തനങ്ങൾ 64,000 പേരാണോ കേരളത്തിലെ ആകെയുള്ള അതീവ ദരിദ്രർ എന്നാണ് ഈ ചോദ്യങ്ങളുടെയും വിമർശനങ്ങളുടെയും ആകത്തുക? അവർ മാത്രമാണോ എന്നുള്ളതാണ്. അത് ഞാൻ പറയുമ്പോൾ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിദരിദ്രരും ദരിദ്രരും ദാരിദ്ര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ അതിദരിദ്രർ എന്ന സാഹചര്യം അതാണ് നമ്മളിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതാണ് ചൈനയിൽ പോലും അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനിയും മോചിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നിതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേരളത്തിലുള്ള അതീവ ദരിദ്രരുടെ എണ്ണം അത് വർഷങ്ങൾക്ക് മുമ്പാണ് 0.72 മറ്റോ ആണ്. 0.72 എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരും, 5 ലക്ഷത്തോളം പേര് വരും. ഈ 5 ലക്ഷം പേരിൽ നിന്ന് നിങ്ങൾ 64,000 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്ത് മാനദണ്ഡ പ്രകാരമാണ്? അതല്ല, നിങ്ങൾക്ക് വേറെ മാനദണ്ഡമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ ഇടപെടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതായത് നേരത്തെ ശ്രീമതി മേരി ജോർജിന് കൊടുത്ത പോലെയുള്ള ഒരു സമയം എനിക്ക് തന്നാൽ എനിക്കും ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമായിരുന്നു താങ്കൾ ഇടപെടാതെ. ഒന്ന്, നിലവിൽ അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡം പരിശോധിച്ചുകൊണ്ട് ആ അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ്. ആ മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്ന ആളുകളെ കണ്ടെത്തുകയും ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട്
ഗ്രാമസഭകളിൽ പരിശോധന നടത്തുകയും അതിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കപ്പെടലുകളും ഉണ്ടായിട്ടാണ് അവസാനം 64,006 പേരെ ഈ മാനദണ്ഡത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്.